ഹലോ ഗേയ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തലച്ചോറാണ് കേട്ടോ. ഞാൻ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടി പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങി പോന്ന കേട്ടോ. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ എങ്ങനെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിക്ക് വേണ്ടത് ചെറുള്ളി എടുത്തുക്കണ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ചതക്കട്ടെ. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ചതക്കട്ടെ. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്താണ് എടുത്തു കേട്ടോ. ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ടേസ്റ്റ് ആ സാധനം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ചതച്ച് വെച്ചത് ഇതിലേക്ക് ഇടട്ടെ നമുക്ക്. അപ്പോൾ ചതവായി കിട്ടു. നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ പാകത്തിന് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി കുറച്ചധികം നിന്നോട്ടെ. പിന്നെ ലേശം കുരുമുളകിൻ്റെ പൊടി. കുരുമുളകിൻ്റെ പൊടി കേട്ടോ. ഇനി പാകത്തിന് ഉപ്പിടോ. ഇനി എല്ലാതും പാടെ ഒന്ന് മിക്സ് ചെയ്താണ് എടുക്കാം നമുക്ക്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ടു, ചതച്ചത് ഇതിക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മളെ ചതച്ചെടുത്ത് വെച്ച ജാറുണ്ടായിരുന്നല്ലോ, അതിക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ ഇതിക്ക് വാരണം കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം ഇതിക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ ഇത് മിക്സായിട്ട് ഇവിടെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ചട്ടി തീമക്കട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ എല്ലാതും മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചു കേട്ടോ. ചട്ടി തീം വെച്ചിക്കണ്. അത് നമുക്ക് ലേശം വെളിച്ചെണ്ണ പാരട്ടോ. ചട്ടി ചൂടായി ലേശം നമ്മൾ വെളിച്ചെണ്ണ പാരട്ടോ. കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചെറുള്ളി ഇടുക. ചെറുള്ളി ഇട്ടിട്ടൊന്ന് മൂക്കട്ടെ കേട്ടോ. നന്നായിട്ട് നടത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം മൂട്ടി വല്ല തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടോ. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ കൂട്ടി വെച്ച ഈ ഇതുണ്ടല്ലോ മസാലയിൽ നമ്മൾ തലച്ചോറിൻ്റെ മിക്സ്, അപ്പോൾ ഇതിലേക്ക് പോരാ കേട്ടോ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചട്ടിയിൽ കറങ്ങിട്ടൊന്നാണ് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഒന്ന് തിളച്ചിട്ട് എന്തായി നോക്കട്ടോ. ഇവിടെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് റെഡിയാക്കാം. അപ്പം അങ്ങനെ തലച്ചോറ് ചട്ടിയിലേക്കാണ്. അപ്പം നമ്മളൊന്ന് അടിച്ച് വെക്കട്ടെ കേട്ടോ. അപ്പം ഒന്ന് അടിച്ച് വെച്ചു കേട്ടോ. ഇനിയൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ എന്തായി.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒന്നിങ്ങോട്ട് നല്ലോണം തിളച്ച് വരട്ടോ. ഇടയ്ക്കൊന്ന് നമുക്ക് റെഡിയാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിതൊന്നും കൂടി ഇളക്കി നോക്കട്ടോ. ആവി പറക്കുന്നുണ്ടാവും. അപ്പം അതവിടെ റെഡി ആവട്ടെ. അകലെ അകലെ പള്ളി മിനാരം അഹദിൻ മദഹവായ്ത്തും നേരം ഇരുളുന്നു ഇരുളുള്ളിൽ നിന്റെ വചനങ്ങൾ കാതിലുണരുന്നു. പകലും രാവും ഒരുപോലെ കനിവിൻ കാവലൊഴുകുന്നു. അകലെ അകലെ പള്ളി മിനാരം അഹദിൻ നമ്മളെ കറി ഇവിടെ റെഡി ആകുമ്പോൾ ചെറിയൊരു പാട്ട് കേട്ടോ. പാട്ടിൻ്റെ ഒരു കോപ്പിയാണ്. അത് ഞാൻ വെറുതെ നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ മൂളിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. എന്തെങ്കിലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മുന്നിലേക്ക് എത്തുക. അപ്പോൾ ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊക്കെ നിങ്ങൾ അറിയിക്കണം. നമ്മൾ കറി ഇവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ കറക്കുന്ന കറി നമ്മളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടില്ലേ. നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പാട്ടൊക്കെ പാടി ഉസാറാക്കിയപ്പോത്തിന് ഇവിടത്തൊക്കെ വന്നിക്കണം കേട്ടോ. നല്ല വരട്ടി കിട്ടിയിരുന്നു. അപ്പം ഞാൻ ഇതിൽ ലേശം പച്ച വെളിച്ചെണ്ണ വാറ്റട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. തൂമ്പിച്ചുകാണ്ട് വെക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുരുമുളകൊക്കെ ഇട്ട കാരണേ പച്ച വെളിച്ചെണ്ണ പോലെ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചോറ് നട്ടോ ഒക്കെ റെഡി ആക്കണ്. നമ്മളടുത്ത് വൈറ്റ് റൈസ് അല്ല കേട്ടോ, അത് മട്ടേരിൻ്റെ റൈസാണ്. അതുകൊണ്ട് കേട്ടോ ഈ കളറ് നമുക്ക് എങ്ങനെ ഇത് കാണുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ തലച്ചോറ് വരട്ടിയതും ചോറും റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.